അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളുടെ വിഷമങ്ങൾ അകറ്റി തരട്ടെ. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ വളരെയേറെ പോരിശകളും ശ്രേഷ്ഠതകളും നിറഞ്ഞ ഒരു ദിവസമാണ് നാളത്തെ ദിവസം, അഥവാ നമ്മളുടെ അറഫ ദിവസം എന്ന് പറയുന്നത്. അറഫ ദിവസത്തിൽ നാം ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു സൽക്കർമ്മമാണ് അറഫ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത്. എന്നാൽ പല ആളുകളും രോഗികളാണ്, പല സഹോദരിമാരും മെൻസസ് ഉള്ളവരും ആർത്തവക്കാരികളുമാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യമില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവർക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. അപ്പോൾ അവർക്ക് നോമ്പിന്റെ പ്രതിഫലം ലഭിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സൽക്രമമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാരവരെ കിതാബുകളിൽ പറയുന്നുണ്ട്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഒരാൾ അറഫ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന്റെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും കഴിഞ്ഞുപോയത്തെ ഒരു വർഷത്തെ പാപവും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന്. എന്നാൽ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്ത ആളുകൾ, അഥവാ ആർത്തവമുള്ള ആളുകൾ, രോഗമുള്ള ആളുകൾ, അതുപോലെ തന്നെ ആരോഗ്യമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം? അതിന് പരിഹാരം മഹാന്മാര് പറയുന്നത്, മൻ ഹഫിള ലിസാനഹു വ സമഅഹു വ ബസറഹു ഫി യൗമി അറഫ. ഒരാൾ അറഫ ദിവസം അവന്റെ നാവിനെയും കണ്ണിനെയും കാതിനെയും ഹറാമായ കാര്യങ്ങളെ തൊട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ അറഫ മുതൽ അടുത്ത അറഫ വരെയുള്ള അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുകയാണ്. അപ്പൊ നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്ത ആളുകള്, മെൻസസ് ഉള്ള ആളുകള്, രോഗികളായ ആളുകള്, ആരോഗ്യമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം? ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, ഗീബത്ത് പറയാതിരിക്കുക, ഒരാളുടെ കുറ്റം പറയാതിരിക്കുക, ഗീബത്ത് പറയുന്നത് കേൾക്കാതിരിക്കുക, ഹറാമായ കാര്യങ്ങളിലേക്ക് നോക്കാതിരിക്കുക. പിന്നെ എന്താണ് അവർ അറഫ ദിവസം ചെയ്യേണ്ടത്? ദിക്റുകൾ ചൊല്ലാം, സൂറത്തുകൾ പാരായണം ചെയ്യാം. പരിശുദ്ധമായ സൂറത്തുൽ ഹജ്ജ്, അതുപോലെ തന്നെ സൂറത്തുൽ ഫജ്ർ, സൂറത്തുൽ അംബിയാ പാരായണം ചെയ്യുക. അറിയുന്ന സലാത്തുകളൊക്കെ ധാരാളം ചൊല്ലുക. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന അതിമഹത്തായ ദിക്ർ ഇൻഷാ അല്ലാഹ് നാളെ ധാരാളം നമ്മൾ ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം തന്നെ നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതലായി പ്രാർത്ഥന സ്വീകരിക്കുന്ന ദിവസമാണ് അറഫ ദിവസം. നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കാൻ പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പ് അഫ്ളലു ദിക്ർ നമ്മൾ ധാരാളം ചൊല്ലണം. അഥവാ പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അതിമഹത്തായ ദിക്ർ ധാരാളം ചൊല്ലി ദുആ ചെയ്യുക. അല്ലാഹു നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കും. അറഫാ ദിവസത്തിന്റെ പുണ്യങ്ങൾ ലഭിക്കുന്ന, മഹത്വങ്ങൾ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. അടുത്ത വർഷമെങ്കിലും ഹജ്ജ് ചെയ്യാൻ, അതല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാൻ പടച്ച തമ്പുരാൻ നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ, കഴിവ് നൽകട്ടെ. നമ്മളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു നിറവേറ്റി തരട്ടെ. എല്ലാ ഹാജത്തുകളും അല്ലാഹു നിറവേറ്റി തരട്ടെ. എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.